ഇക്കോനെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് ഒമ്നി ഇതാ പോവുകയാണ് നാട്ടിലേക്ക്. ഇപ്പം ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫാൻ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഇതാ മിഡിൽ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിലൊരു ഫാൻ, പിന്നെ ഒരു USB ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അല്ല ഇതിപ്പോ എല്ലാം കഴിഞ്ഞപ്പോ നിങ്ങളെ വണ്ടി ഇപ്പൊ സെറ്റ് കൊടുക്കുന്നില്ലേ? അങ്ങനെ എത്ര മാസം? 3 മാസത്തിന് ശേഷം ഇത് അവർ വണ്ടി എടുക്കാൻ വേണ്ടിട്ട് വന്നേക്കാണ്. സോ ഇത്രയും നാള് ഭാര്യയും ഭർത്താവിനെയും പോലെ നിന്ന് ഒമ്നി ഇക്കോയും കൂടി ഇക്കോനെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് ഒമ്നി ഇതാ പോവുകയാണ് നാട്ടിലേക്ക്. ആ ഭാര്യന്റെ വീട്ടുകാർ അളിയന്മാര് വന്ന് കൊണ്ടുപോവാണ്. സോ വണ്ടീന്റെ ഇതുവരെയുള്ള സെറ്റപ്പ് എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ എക്സ്ട്രാ കാണിക്കുന്നത് ഇതാ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ മാത്രം അപ്ഡേറ്റ് മാത്രമേ ഉള്ളൂ. സോ ഇവരുടെ മൊത്തം വർക്കായി. ഇനി കൊണ്ടത്ര നമുക്ക് നാട്ടിൽ പോയിട്ട് ചെയ്യാണ്ട് വരും. റൂഫ് റെയിൽ സെറ്റ് ആക്കാണ്ട് നമുക്ക് അതിനകത്ത് സോളാർ പാനൽ സെറ്റ് ആക്കാണ്ട് ഇവർക്ക് എക്സ്റ്റേണൽ ബാറ്ററി സെറ്റപ്പ് എല്ലാ പവർ സെറ്റപ്പും ചെയ്യാനുണ്ട്. സോ ഇവർക്ക് ഇപ്പം ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫാൻ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഇതാ മിഡിൽ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിലൊരു ഫാൻ, പിന്നെ ഒരു USB ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ വോൾട്ടേജ് സിസ്റ്റം ഇതിപ്പോൾ ഒരു എന്താണ് പിന്നിൽ ഒരു അഡാപ്റ്ററിൽ നിർത്തിയിട്ടുണ്ട്. സോ എപ്പോഴാണോ നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റം നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുന്നത്. സോ നമുക്ക് അങ്ങനെയൊന്നുമില്ല, നമുക്ക് ലിംഗ ഭേദങ്ങളില്ല, എല്ലാവരും ഡാ. സോ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ ബാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തൊരു ലൈറ്റ് കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ. സോ അഡീഷണൽ ഒരു ലൈറ്റ് കൊടുത്തിട്ടില്ല. സോ ഇത് ഇവർക്ക് കിച്ചണിന് സഫിഷ്യൻ്റ് ആയിരിക്കും. ഇപ്പം നല്ല വെയിലായതുകൊണ്ടൊന്നും മനസ്സിലാവില്ല. ഈ സമയത്ത് നമുക്ക് ലൈറ്റിൻ്റെ ആവശ്യമില്ല. കാരണം കണ്ടോ കിച്ചൻ്റെ ഏരിയയിൽ നമുക്ക് ശരിക്കും മനസ്സിലാവും നാച്ചുറൽ ലൈറ്റ് ഉണ്ട്. ഫുള്ള് ഇടാ നമുക്ക് മൊത്തത്തിൽ നമ്മൾ 2 വണ്ടിക്ക് ഒരേപോലെ തന്നെ ഈ ഏരിയയിൽ ഗ്ലാസ്സിലുണ്ടല്ലോ നല്ല വിസിബിലിറ്റി ഈ സമയത്ത് കിട്ടും. ഇതെല്ലാം അഡീഷണൽ ചെയ്താട്ടാ, ഇത് നിങ്ങളെ ബഡ്ജറ്റിലില്ലല്ലോ, നമ്മളെ വക. സ്റ്റിക്കർ ഇൻക്ലൂഡഡ് മാത്രം. ഇത് വെയിലടിക്കുമ്പോൾ ചെറുങ്ങനെ പൊള്ളക്കൂട്ടാ, ഒന്ന് തടയി കൊടുത്താൽ മതി. സോ ഇത് നമ്മളെ സെയിം സാധനം, നമ്മളെ വണ്ടിക്ക് മേടിച്ചാണ്. നമ്മളെ വണ്ടിക്ക് മേടിച്ച സാധനം ഇപ്പം എന്തറിയാൻ മതി. അല്ല ഇതിപ്പോ എല്ലാം കഴിഞ്ഞപ്പോ നിങ്ങളെ വണ്ടി ഇപ്പൊ സെറ്റ് ഇല്ല. സോ ഇതിന്റെ ഇതിപ്പോ കിച്ചൺ ബോക്സ് എനിക്ക് എക്സ്ട്രാ ആക്കണം. സോ ഇത് ഇവിടെ കൊടുത്തോണ്ട് തന്നെ ചെറുങ്ങനെ ഇവിടെ തട്ടും. സോ അതൊന്ന് മാറ്റണം. എന്നിട്ട് അവിടെ എല്ലാം കീൻ്റെ അടപ്പില്ല. ഓക്കെ. സോ ഇവരുടെ മെയിൻ ഏരിയ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഡ്രോയർ ഏരിയ തന്നെ മാസീവ് ഡ്രോയർ ഏരിയ. സോ ഇതിനകത്ത് മൊത്തം ഏകദേശം 50 to 60 കിലോ വരെ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും ഇവർക്ക്. ഓവറോൾ വ്യൂ ഉണ്ടല്ലേ. ഇപ്പോൾ ഇവരുടെ ഫുൾ സർവീസും ചെയ്തു, എൻജിൻ വൈസ് സർവീസ് ചെയ്തു, മൊത്തം കഴിഞ്ഞിട്ടായില്ലേ. ഇനിയിപ്പോൾ ഇവർ വണ്ടി എടുത്തിട്ട് നാട്ടിലേക്ക് പോവാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ട്രാവലാണ്. പിന്നെ ട്രാവൽ എപ്പോഴത്തേക്ക് പറഞ്ഞാൽ ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങനെ തുടങ്ങും. ജൂൺ ജൂലൈ മാസത്തിൽ. സോ ഇവരുടെ ചാനൽ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യാം. സോ അത് കഴിഞ്ഞില്ലേ. സോ ഈ ഇലക്ട്രിക്കൽ സിസ്റ്റം ഈ ഏരിയ വരെ കഴിച്ചിട്ട് വെച്ചിട്ടില്ലേ. എന്താ വെച്ചാൽ കഴിഞ്ഞില്ലേ. സോ ഇവർക്ക് വേറെ സെറ്റപ്പ് ഇനിയിപ്പോൾ ഹൈഡ്രോളിക് ഇനിയിപ്പോൾ ചെയ്തു തരാറുണ്ട്. അത് ഞാൻ അവിടെ ചെയ്തു തരാം. അതാ ഓഫീസ് എടുത്തോ, അടിയിലതാ അതെ എടുത്തോ. ഹൈഡ്രോളിക് ഞാനിപ്പോൾ ചെയ്തു തരാം, 2 സെക്കൻഡ്. പിന്നെ ഇവരുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ മറ്റേ ഇത് വെച്ചിട്ടില്ല, ബർണർ നാടെ കിടക്കുക. ബർണർ അവിടെ വെച്ചിട്ടേ ഇല്ലേ. സോ ഒരു ചെറിയ കുക്കറില്ലേ, ചെറിയ കുക്കർ ഉണ്ടെങ്കിൽ ചെറിയ കുക്കിംഗ് ഒരു മറ്റേ ചെറിയ ക്യാമ്പിംഗ് സ്റ്റൗ ഇല്ലേ, അതുണ്ടെങ്കിൽ 500-600 അതിന് കിട്ടും. ആ സാധനം ഉണ്ടെങ്കിൽ ഉള്ളിൽ തന്നെ നിങ്ങൾ കുക്ക് ചെയ്യാം. മനസ്സിലായി, സൂപ്പറായിട്ട്. സോ ഇതിനകത്ത് അഡീഷണലി ഇതിപ്പം ഫ്രണ്ട് ഏരിയയിൽ തന്നെ USB കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് റണ്ണിങ് ടൈമിൽ നമുക്ക് ഇതിനകത്ത് ചാർജ് ചെയ്യാൻ പറ്റും. സോ അഡീഷണൽ പിന്നെ ഞാനൊന്ന് പറയാൻ വെച്ചതല്ല, നിങ്ങൾ ഇവിടുത്തെ ഹാൻഡിലില്ലേ, അവിടെ ഒരു ഹാൻഡിൽ ഉണ്ട്, അത് ഇതിനകത്ത് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സോ അഡീഷണൽ ബോക്സസ് ഒക്കെ മുമ്പ് ഉണ്ടാകും. സോ ഇതിനു മുമ്പ് വേറൊരു വണ്ടി കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ഈ ഇടക്കാലത്ത്. സോ ആ വണ്ടിയുടെ മോഡിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇതിനകത്ത്.
ബാക്കി ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല, ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. സോ അതിൻ്റെ വർക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിലും ആൾക്കാർ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ഇടാത്തത് കൂടുതൽ വിവരങ്ങൾ. സോ ഇതൊക്കെയാണ് പുതിയ ഡീറ്റെയിൽസ്. നമ്മുടെ വണ്ടിയിലും ചെറിയ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ പിന്നെ കാണിച്ചു തരുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഒരു കേരള ഒരു ക്യാമ്പിങ്ങും ഉണ്ട് അല്ലേ? പിന്നെ നമുക്കൊരു വലിയ ക്യാമ്പിംഗ് ഉണ്ട് കേരളത്തിൽ. ജോബിന് ഇവർ 2 മാസം കൊണ്ട് ഇവനെ കൊണ്ട് ഓടിക്കാൻ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തും എനിക്ക് ഓടിക്കാനല്ല. പിന്നെ അതുകൊണ്ട് പോവാ, ലൈസൻസ് എടുത്തോളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. അല്ല ഞാൻ നോക്ക് 2 മാസം ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇവിടെ കൊറോണയുടെ സമയത്ത് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ട് ലൈസൻസ് എടുത്തു. ഫസ്റ്റ് വണ്ടി തുറന്നു തരാം. ഇവന് നല്ല അത്യാവശ്യം അറിയുകയും ചെയ്യല. സോ ഇതൊക്കെയാണ് ഫുള്ള്. സോ ബാക്കി ഇനിയിപ്പം റൂഫ് റെയിൽ സെറ്റാക്കിയതിന് ശേഷം ഇനി ഇലക്ട്രിക്കൽ പ്ലസ് നമ്മുടെ ഇലക്ട്രിക്കൽ ചെയ്യാനുണ്ട്, നമ്മുടെ ഒപ്പം വാട്ടർ സിസ്റ്റം ചെയ്യാനുണ്ട്. സോ സോളാർ പാനലെല്ലാം സെറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ട്. സോ അതിന് ഏകദേശം നമുക്ക് ടൈം ഉണ്ട്. ഇനി 2 മാസം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഏപ്രിലിൽ നമുക്കൊരു പ്രോജക്റ്റ് ഉണ്ട്. ഏപ്രിലത്തെ പ്രോജക്റ്റ് നമ്മളിപ്പം പറയുന്നില്ല. അതിപ്പോൾ നമ്മൾ ആയതിനു ശേഷം എല്ലാം സെറ്റ് ആയതിനു ശേഷം അതിനിടയ്ക്ക് താരക്ക് ഒരു അന്താരാഷ്ട്ര ട്രിപ്പ് ഉണ്ട്. താരയുടെ അന്താരാഷ്ട്ര ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം നമ്മളത് അതിൻ്റെ അനൗൺസ്മെൻ്റ് ആയിട്ട് വരുന്നതായിരിക്കും. ഒപ്പം നമുക്കൊരു പുതിയൊരു ചാനലിൻ്റെ ഒരു തോട്ടൊക്കെ വരുന്നുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസും പറയുന്നതായിരിക്കും. സോ പുതിയ കുറേ ആൾക്കാർ നമ്മളെ ഇങ്ങോട്ട് പരിചയപ്പെടാൻ വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. സോ ഇതിപ്പം ഒരു ഫുള്ള് ഓരോരോ സീരീസ് ആയിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. സോ അങ്ങനെ കുറേ നല്ല ഒന്നും നമുക്ക് പ്രചോദനം തരുന്ന കുറേ ആൾക്കാർ നമ്മളെ കാണാൻ വന്നിട്ടുണ്ട്. സോ അവരെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ആ സമയത്ത് പറയാം. സോ ഇനിയിപ്പോൾ താര പോകുന്നതിൻ്റെ ഒരു വീഡിയോ ഉണ്ടാവും, താരേൻ്റെ ഒരു ട്രാവൽ വീഡിയോ ഉണ്ടാവും. സോ ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ചെറിയ നമ്മൾ വണ്ടിയുടെ ബാക്കിയുള്ള മോഡിഫിക്കേഷൻ്റെ വീഡിയോസ് ഉണ്ടാവും. ഒപ്പം നമ്മൾ കുറച്ച് അഡീഷൻസും സാധനങ്ങൾ കയറ്റുന്നുണ്ട് ഇതിനകത്ത്. സോ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ പറയില്ലേ. ബൈ. പിന്നെ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മളെ വീഡിയോയിലും വരും. അപ്പോൾ അത് മെല്ലെ ഉള്ളൂ കേട്ടോ, എല്ലാം ഒരാഴ്ച കഴിഞ്ഞ് 1.5 കഴിഞ്ഞ് വരും. നമ്മളിപ്പോൾ നാളെ മറ്റന്നാൾ വരും. ഓക്കെ ബൈ. അപ്പോൾ ഓക്കെ ബൈ, ശരി. അപ്പം ഒന്നും പറയണ്ടേ?